ഹായ് ഹലോ, എല്ലാവരും ഹാപ്പിയാണെന്ന് വിചാരിക്കുകയാണ്. ഞാനിപ്പോൾ ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കും ഒരു ചെറിയ വീഡിയോ ഇടാമെന്ന് വിചാരിക്കുകയാണ്. വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞാൻ നിങ്ങളോടൊരു ചെറിയൊരു ടോപ്പിക്കാണ് പറയുന്നത്. ഞാൻ പല സ്ഥലത്തും സഞ്ചരിച്ചിട്ടൊരു പ്രവണത കണ്ടിട്ടുണ്ട്. 45 വയസ്സായ സ്ത്രീകൾ മിക്കവാറും സ്പിരിച്വാലിറ്റിയിലേക്ക് ആണ്ടുപോകുന്നത് 45 വയസ്സിന് ശേഷം. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ചിലപ്പോൾ ജീവിതത്തിലുള്ള ബുദ്ധിമുട്ടുകളാകാം, പ്രാരാബ്ധങ്ങളാകാം, ദുഃഖം, വിഷമം, നിരാശ ഇതെല്ലാമാകാം ഒരു കാരണം. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ഹോർമോൺ ചേഞ്ചിൻ്റെ വ്യതിയാനമാണ്. ഹോർമോൺ ചേഞ്ച് വരുന്നു തുടങ്ങുന്ന സമയത്ത് സ്ത്രീകൾക്ക് ഡിപ്രഷൻ, സ്ട്രെസ്, ഉറക്കമില്ലായ്മ, അതുപോലെ അനവധി അസുഖങ്ങൾ എല്ലാം തന്നെ ഉണ്ടാകും അല്ലേ. അപ്പോൾ അതും അവരെ ഈ പ്രാർത്ഥനയിലേക്ക് അടുപ്പിക്കും അല്ലേ. രോഗങ്ങൾ മാറാനും മനസ്സ് ശാന്തമാവാനും ഒക്കെ അവരെ പ്രാർത്ഥനയിലേക്ക് അടുപ്പിക്കുമെന്നുള്ളതാണ്. അത് അവരെ സ്പിരിച്വാലിറ്റിയിലേക്ക് ആണ്ട് പോകാനായിട്ട് ഇടയാക്കുമെന്നുള്ളതാണ്. സ്പിരിച്വാലിറ്റിയിലേക്ക് ഇങ്ങനെ 45 വയസ്സിന് ശേഷമുള്ള സ്ത്രീകൾ ഇങ്ങനെ ആണ്ട് പോകുന്നത് നല്ലതാണോ എന്ന ചോദ്യത്തിന് എനിക്ക് അഭിപ്രായമില്ല. ഞാനതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കാരണം ഈ 45 വയസ്സ് എന്ന് പറയുന്നത് നമ്മൾ ചെറുപ്പക്കാർ തന്നെയാണ്. ഒരിക്കലും നമ്മൾ വയസ്സായ ഒരാളല്ല അല്ലേ. ഏജ് എന്ന് പറയുന്നൊരു നമ്പർ മാത്രമാണ് അല്ലേ. നമ്മളുടെ മനസ്സ് എപ്പോഴും അഡോസൻസിൽ നിൽക്കുക അല്ലേ, യൗവനത്തിൽ നിൽക്കുക. അങ്ങനെ നിൽക്കുന്ന മനസ്സ് ചെറുപ്പമായിരിക്കുന്ന ഒരാൾ ഒരിക്കലും പ്രായമാകില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ചില ഫാമിലിയിൽ സ്ത്രീകൾ സ്പിരിച്വാലിറ്റിയിലേക്ക് ആണ്ടുപോയ ശേഷം ആ കുട്ടികൾ വിഷമിക്കുന്ന, ഹസ്ബൻഡ് വിഷമിക്കുന്നത്, പാരൻസ്, അവരുടെ ഫാമിലി മെമ്പേഴ്സ് വിഷമിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. നമുക്ക് എല്ലാത്തിനും ജീവിതത്തിൽ ഒരു സമയമുണ്ട് സ്പിരിച്വൽ വർക്ക് ചെയ്യാൻ, പഠിക്കാൻ, വിവാഹം കഴിക്കാൻ, സ്പിരിച്വൽ വർക്ക് ചെയ്യാൻ എല്ലാം നമുക്കൊരു സമയമുണ്ട് അല്ലേ സ്ത്രീകൾക്ക്. അപ്പോൾ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ജീവിതം എൻജോയ് ചെയ്യാണ് വേണ്ടത് അല്ലേ. നിങ്ങൾ അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തുക. 1 മണിക്കൂർ പ്രാർത്ഥിച്ചോളൂ, അതവിടെ സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ദൈവത്തിൽ സറണ്ടർ ചെയ്തു അല്ലേ. നമ്മളത് സറണ്ടർ ചെയ്ത് നമ്മൾ മാറി നിൽക്കുകയാണ്. ദൈവമാണത് പ്രവർത്തിക്കുന്നത് അല്ല, ഈ യൂണിവേഴ്സ് പ്രവർത്തിച്ചു കൊള്ളും. ബാക്കിയുള്ള സമയം നമ്മളുടെ കുട്ടികൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക, ഹസ്ബൻഡിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക. അതുപോലെ നിങ്ങൾ കൂട്ടുകാരുടെ ഔട്ടിങ്ങിന് പോവുക. നിങ്ങൾക്ക് പാഷനായ കാര്യങ്ങൾ ചെയ്യാം. നിങ്ങൾക്ക് ചിത്രരചന ചെയ്യാം, ഡാൻസിങ് ക്ലാസ്സിൽ ചേരാം, സൂംബ ക്ലാസ്സിൽ ചേരാം അല്ലേ. കുറച്ച് പേരെ സംഘടിപ്പിച്ചൊരു സൂംബ ക്ലാസ് സംഘടിപ്പിച്ച് നോക്കിക്കേ. 2 മണിക്കൂർ എൻജോയ് ചെയ്യാനായിട്ട് എന്ത് രസം എല്ലാവരും കൂടി കൂടുമ്പോൾ അല്ലേ. ഞാനും ചെയ്യുന്നുണ്ട്. അതൊരു ഡാൻസ് ക്ലാസ്സിൽ പോകാം. ഇതൊക്കെ നമ്മുടെ മനസ്സിനെ അങ്ങോട്ട് എന്ത് ചെയ്യാണ്, ഒരു വൈബ്രേഷൻ ഫ്രീക്വൻസി ഉയർത്തുന്ന ഒരു സംഭവമാണ്. നമ്മളല്ലാതെ മാറുമെന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ഫുഡിനെ നല്ലവണ്ണം കൺട്രോൾ ചെയ്യുക, നല്ല ഡ്രസ്സ് ഇടുക അല്ലേ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് ചെറുപ്പമായിട്ടിരിക്കുകയും ഭൂമിയിൽ നമ്മൾക്ക് നല്ല ശാന്തസുന്ദരമായിട്ട് ജീവിക്കാനും കഴിയും. നമ്മുടെ ജീവിതത്തിൽ നേരത്തെ തന്നെ സ്പിരിച്വാലിറ്റീസ് തിരഞ്ഞെടുക്കുക എന്നുള്ളത് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം എന്ന് പറയുന്നത് സ്പിരിച്വൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ഫുഡ് റൂട്ടീൻസിൽ മാറ്റം വരും അല്ലേ. അപ്പം നമ്മൾക്ക് നല്ല ഈ ഫുഡൊന്നും സമയത്തിന് കഴിക്കില്ല, ശരിക്കും ഉറങ്ങില്ല, ശരീരത്തെ പീഡിപ്പിക്കുന്നവരുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഹെൽത്താണ് അവിടെ പോകുന്നത്. കറക്റ്റ് ഫുഡ്, കറക്റ്റ് ഉറക്കം അല്ലേ, കറക്റ്റ് എക്സസൈസ്, ഇതാണ് ഒരു മനുഷ്യന് കറക്റ്റായിട്ട് വേണ്ടത് എന്നുള്ളത്. ഞാൻ 5 മണിക്ക് ഞാൻ പ്രാർത്ഥിക്കും. അതിനുശേഷം ഞാൻ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യും. അതിനുശേഷം ഞാൻ മെഡിറ്റേഷൻ ചെയ്യും. അതവിടെ കൊണ്ട് തീർന്നു എന്നുള്ളതാണ്. പിന്നെ ഞാൻ സദാസമയം എൻ്റെ ഉള്ളിലൊരു ഈശ്വരനുണ്ട്, വിളിക്കുന്നുണ്ട്, അത് ഉള്ളിലാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ വർക്ക് ചെയ്യുകയാണ് അല്ലേ. നിങ്ങൾക്ക് നല്ല ക്ലാസ്സുകൾ ഇട്ട് തരുന്നു, സ്കൂളിൽ പോയി പിള്ളേരെ പഠിപ്പിക്കുന്നു അല്ലേ, സൊസൈറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ആർക്കെങ്കിലൊക്കെ അസുഖമുണ്ടെങ്കിൽ അവിടെ ചെന്ന് അന്വേഷിക്കുന്നു, ഇതുപോലെ ക്ലാസ് എടുക്കുന്നു അല്ലേ. ഇതും ഞാൻ ചെയ്യുന്നത് സ്പിരിച്വൽ വർക്ക് തന്നെയാണ് ഒരർത്ഥത്തിൽ അല്ലേ. അപ്പോൾ 45 വയസ്സിന് ശേഷമുള്ള സ്ത്രീകൾ സ്പിരിച്വാലിറ്റിയിലേക്ക് മൂവ് പെട്ടെന്ന് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ജീവിതത്തിൻ്റെ സൗരഭ്യം അവർ നുകരുന്നില്ല. പകരം അവരൊരു ഷെൽട്ടറിനുള്ളിൽ ഒതുങ്ങി കൂടിയിട്ട് അവർ പ്രാർത്ഥനകളും അതുപോലെ ജീവിതത്തെ തന്നെ ഒന്ന് ഫ്ലോപ്പാക്കി
കൊണ്ടുപോകുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത് അല്ലേ. ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾ വിളിച്ചാൽ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, ആരെയും കാണുന്നില്ല അല്ലേ. അപ്പോൾ സ്പിരിച്വൽ വർക്ക് വേണം, എന്നാൽ നമ്മുടെ ബോഡിയെയും മനസ്സിനെയും ശരീരത്തെയും നശിപ്പിച്ചു കൊണ്ടിട്ടുള്ള ഈ സ്പിരിച്വൽ വർക്ക് എന്ന് പറയുന്നത് അത്ര നല്ലതല്ല. എന്നാൽ ചില ആളുകൾ സ്പിരിച്വലായിട്ട് അഭിനയിക്കാറുണ്ട്. ചില ആളുകൾ അങ്ങനെയുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് പേര്. അവരിൽ ഈശ്വരൻ്റെ ഒരു ചൈതന്യം പോലും ഉണ്ടായെന്നവരില്ല, വെറുതെ അങ്ങോട്ട് ടോക്ക് ചെയ്യാണ് മറ്റുള്ളവരെ. അവർ സ്പിരിച്വൽ പേഴ്സൺ ആണെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ അഭിനയിക്കുകയും അതേപോലെ തന്നെ പണം നേടിയെടുക്കാൻ വേണ്ടിയിട്ടും അവർ അങ്ങനെ ചെയ്യാറുണ്ട്. സ്പിരിച്വൽ പേഴ്സൺ ആണെന്ന് കാണിച്ചുകൊണ്ട് സ്പിരിച്വൽ വർക്ക് ചെയ്യുന്നതൊക്കെ ആയിട്ട് കാണിച്ചിട്ട് പണം തട്ടുന്ന ആളുകളെയും എനിക്കറിയാം. അപ്പോൾ ഇതൊക്കെ ഓപ്പണായി ഞാൻ പറയുകയാണ്. അപ്പം ജീവിതം ഒരു പ്രാവശ്യമുള്ളൂ. സ്പിരിച്വൽ വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ദൈവം ഒരു സമയം തരും, ആ സമയത്താണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ എൻജോയ് ചെയ്യുക, നമ്മളുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.